ഈശ്വരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏശയുടെ പുസ്തകത്തിലെ 11 അധ്യായത്തിലെ 1 തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെടുന്നു: ജെസ്സിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. പ്രൈസ് ദി ലോർഡ്. വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രസ്താവനയാണ് ഏശയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, അവനെ നിരന്തരം നയിക്കും. ആത്മാവിൻ്റെ പ്രത്യേകതകളായി 6 കാര്യങ്ങൾ എടുത്തു പറയുന്നു: ജ്ഞാനം, വിവേകം, ഉപദേശം, ശക്തി, അറിവ്, ദൈവഭക്തി. ഇവ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. ദൈവഭക്തി എന്ന വാക്ക് 2 തവണ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ദൈവഭക്തിയുടെ ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. ഏശയുടെ 14 അധ്യായത്തിൽ വീണ്ടും 2:3 വീണ്ടും പറയുന്നുണ്ട്: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. അങ്ങനെ പോകുന്നുണ്ട്. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠതയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഹീബ്രുവിൽ 2 തവണയും ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ഗ്രീക്ക് വിവർത്തനമായ സപ്തയിലും ലത്തീൻ വിവർത്തനമായ വുൾഗാത്തയിലും 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യത്തേത് ദൈവഭക്തി എന്നും രണ്ടാമത്തേത് ദൈവഭയം എന്നുമെന്നാണ്. ഇവിടെ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ 7 എന്ന കാഴ്ചപ്പാടുണ്ടാകുന്നത്. രാജാവിൻ്റെ മേൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈ സവിശേഷതകൾ നീതിപൂർവമായ ഭരണത്തിന് സഹായിക്കും, അവൻ്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കും. പുറമേ കാണുന്നത് കൊണ്ട് മാത്രം തീരുമാനമെടുക്കാതെ വ്യക്തികളുടെയും വസ്തുക്കളുടെയും സാഹചര്യങ്ങളുടെയും നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് നീതി നടപ്പാക്കാൻ ആത്മാവ് അവനെ സഹായിക്കും. സമൂഹത്തിൽ അവഗണയ്ക്കും നീതി നിഷേധത്തിനും മർദ്ദനങ്ങൾക്കും ഇരയാകുന്നവരാണ് ദരിദ്രരും അല്ലെങ്കിൽ എളിയവരും. അവർക്ക് നീതി ഉറപ്പുവരുത്തുന്നതായിരിക്കണം രാജാവിൻ്റെ പ്രവർത്തനങ്ങളും രാജാവിൻ്റെ ഭരണവും. ദുഷ്ടരെ ശിക്ഷിച്ച് തിന്മ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് മൺപാത്രങ്ങൾ അടച്ചുടയ്ക്കുന്നത്. അവൻ്റെ വചനം ശക്തമായിരിക്കും, വചനം നിയമമാകും, നിയമം നടപ്പിലാക്കും. നീതിയും വിശ്വസ്തതയും അവൻ്റെ ആയുധങ്ങളായിരിക്കും. ഇപ്രകാരം നീതി നടപ്പാക്കുന്ന രാജാവിനെ കുറിച്ച് വീണ്ടും ഏശയ്യ 32:1 ഒരു പ്രവചനം വീണ്ടും കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന രാജാവിൻ്റെ ഭരണം വഴി സംജാതമാകുന്ന പുതിയ സംവിധാനത്തിലെ സമാധാനപൂർണമായ ഭൂമിയുടെ ഉദാഹരണത്തിലൂടെ വിവരിക്കുന്ന സമാധാനം മനുഷ്യർ മാത്രമല്ല, എല്ലാ സൃഷ്ടികളിലും, എല്ലാ മൃഗങ്ങളിലും, സർവചരാചരങ്ങളിലും അത് വ്യാപിക്കുന്നു. ആരും ആരെയും ഉപദ്രവിക്കുകയില്ല. പുലിയും സിംഹവും സർപ്പവുമെല്ലാം നിരുപദ്രവകാരികളായി മാറും. ആർക്കും ആരെയും ഭയപ്പെടേണ്ടി വരില്ല. സമ്പൂർണമായ ശാന്തി, സമാധാനം, സന്തോഷം നിലനിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്ന യഥാർത്ഥ ജ്ഞാനം. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഏശയ്യ 11 അധ്യായത്തിലെ 9 വീണ്ടും പറയാണ്: സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. നമുക്കറിയാം, സമുദ്രത്തിലെ ജലത്തെക്കുറിച്ച് കൗണ്ട് ചെയ്യുക അസാധ്യമാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എത്രമാത്രം ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞാലും ആ ജ്ഞാനം നമ്മൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, കർത്താവിനെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ മൂല്യമുള്ളത്. ഇത് കേട്ടറിവും കണ്ടറിവും മാത്രമല്ല, അതിനപ്പുറം ആഴമേറിയ അനുഭവിച്ചുള്ള അറിവാണ്. അതാണ് യഥാർത്ഥ ജ്ഞാനം. കർത്താവ് ആരെന്ന് അനുഭവിച്ചറിയുന്നവരിൽ ശത്രുതയോ വിദ്വേഷമോ അവശേഷിക്കുകയില്ല.
യഥാർത്ഥമായ നീതിബോധം ഉള്ളിൽ നിറയും. എല്ലാവരെയും സഹോദരങ്ങളെ കാണാൻ കാഴ്ച തെളിയും. അതാണ് കർത്താവിൻ്റെ ജ്ഞാനം ഉള്ളിൽ വന്നാലുള്ള പ്രത്യേകത. യഥാർത്ഥമായ ദൈവാനുഭവം, അത് നൽകുന്ന ആന്തരിക സമാധാനവും സമൂഹത്തിൽ ശാശ്വത ശാന്തി, എന്താ പറയുക, ശാശ്വതമായ ഒരു ശാന്തി എന്നേക്കും സംജാതമാവും. അതായിരിക്കും ജസ്സയുടെ കുറ്റിയിൽ നിന്നും കുളിർക്കുന്ന മുളയായ രാജാവിൻ്റെ പ്രവൃത്തി. ഇത് ഭൗതിക രാജാക്കന്മാരുടെ കഴിവുകൾക്കപ്പുറമാണ്. ദൈവാത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന രാജാവ് ദൈവം തന്നെയായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളായിരിക്കും. ഈ പ്രതീക്ഷയാണ് ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന യേശുവിൽ പൂർത്തിയായത്. നീതിയുടെ ഫലം സമാധാനമായിരിക്കും, നീതിയുടെ പരിണിത ഫലം പ്രശാന്തതയും എന്നൊക്കെയുള്ള പ്രത്യാശയും ഏശയ്യാ 12:17 വീണ്ടും പറഞ്ഞ് പ്രവാചകൻ നിർത്തുകയാണ്. അവിടെ എന്താണ് പറഞ്ഞത്? നീതിയുടെ ഫലം സമാധാനമായിരിക്കും, നീതിയുടെ പരിണിത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയും. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, ദൈവത്തിനെ ഉൾക്കൊള്ളുമ്പോൾ, ദൈവികത്തിൻ്റെ അന്തസത്ത ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ആ ഗുണങ്ങളും നമ്മളിലേക്ക് കടന്നു വരും. അതിനാദ്യം ചെയ്യേണ്ടത് ജ്ഞാനമാണ്. ജ്ഞാനം ഉൾക്കൊള്ളുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സവിശേഷമായ അഭിഷേകങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം നമുക്ക് കടന്നു കിട്ടും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, വചനത്തെ പഠിക്കുക, ജ്ഞാനത്തെ കരസ്ഥമാക്കുക. ഈ ജ്ഞാനം കടന്നു വരുമ്പോൾ നമുക്കെല്ലാതും മനസ്സിലാക്കാൻ സാധിക്കും. ഭൗതികമായ ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനം. ആ ജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ ജ്ഞാനം ലഭിച്ചാൽ മാത്രമേ സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും എന്ന് പറയുന്നത്. നമുക്ക് സമുദ്രത്തിലെ വെള്ളം തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല, ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവിക ജ്ഞാനം നമ്മളിൽ കടന്നു വരുമ്പോൾ അത് എത്രത്തോളം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, അതിനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആദ്യപടി തന്നെ ആദ്യം ദൈവം പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് അതിൻ്റെ ആക്ഷനിലേക്ക് കടക്കേണ്ടത്, പിന്നെയാണ് പ്രാർത്ഥനയിലേക്ക് കടക്കേണ്ടത്. പല ഘട്ടങ്ങളുണ്ട്. ആദ്യം ദൈവം എന്താണ് പറയുന്നത് എന്ന് പോലും നമ്മൾ കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതം തന്നെ എന്താണ് അതിന് അർത്ഥമായിട്ടുള്ളത്? ഒരു മനുഷ്യൻ നമ്മുടെ ഭൂമിയിൽ ജനിക്കുന്നു, കുറേ വിദ്യാഭ്യാസങ്ങൾ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ തന്നിടുന്നു, കുറേ ജോലി ചെയ്യുന്നു, കുറേ ബിൽഡിങ് കെട്ടിപ്പൊക്കുന്നു, കുറേ തിന്നുന്നു, കുടിക്കുന്നു, കുറേ മക്കളെ സൃഷ്ടിക്കുന്നു, പിന്നെ അവൻ ഒരു ദിവസം മരിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, എന്താണ് അവിടെ ജീവിതത്തിൽ അർത്ഥമുള്ളത്? ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനിങ്സും അവിടെ അവനിലൂടെ നടന്നുമില്ലയോ? അവിടെയാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയണം. പുറമുള്ളവരൊക്കെ വിട്ടുകൊടുക്കാം കർത്താവിന്. എല്ലാവരെയും സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരും നിന്നെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറയണമേ. കർത്താവേ, നിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ശേഷിയുള്ളവരായി മാറട്ടെ. നിന്റെ അഭിഷേകം നിറയ്ക്കണം. നിന്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. കർത്താവേ, ജെസ്സിയുടെ കുറ്റിയിൽ നിന്ന് പുലർന്ന പോലെ ഞങ്ങളിൽ നിന്നും കർത്താവേ പുതുജീവൻ കടന്നു വരാനായിട്ട് ഇടയാക്കണമേ. ഞങ്ങൾക്ക് ദൈവിക ജ്ഞാനം നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.